വേനൽ ചൂടും കായലിൽ മത്സ്യത്തിന്റെ ലഭ്യത കുറവും കാരണം ഉൾനാടൻ മത്സ്യമേഖല ദുരിതത്തിൽ. വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കം കായലിൽ വന്നതോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും പതിവാണ്. പെരിയാറിനെയും വേമ്പനാട് കായലിനെയും ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് വേമ്പനാട് കായലിനെയും പെരിയാറിനെയും ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നത്. വേനൽ ചൂടും പ്രളയത്തിന് ശേഷം ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയ എക്കലും മത്സ്യലഭ്യത കുറച്ചു. ഇതിനു പുറമെ വ്യവസായശാലകളിൽ നിന്ന് തള്ളുന്ന മാലിന്യങ്ങളും കൂടി ഒഴുകിയെത്തിയതോടെ ഉൾനാടൻ മത്സ്യസമ്പത്തിന് തന്നെ ഭീഷണിയായി. മീൻ ലഭ്യത കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളിൽ പലരും മറ്റ് തൊഴിൽ മേഖലകൾ തേടി പോവുകയാണ്. വേമ്പനാട് കായലിലടക്കം മത്സ്യസമ്പത്ത് വലിയ രീതിയിൽ കുറയുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. കായലിൽ നിന്നും ധാരാളം കിട്ടിയിരുന്ന തീൻമേശയിലെ ഇഷ്ടവിഭവമായ കരിമീൻ, കൊഴുവ, നന്ദൻ, കോല, വറ്റ, കണമ്പ്, വിവിധതരം ചെമ്മീനുകൾ എന്നിവയിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. ഒറത്തൽ, മുത്തരി തുടങ്ങിയ മത്സ്യങ്ങൾ പേരിന് പോലും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. 1970കളിൽ കായലിൽ നിന്ന് 500 ടൺ വരെ കൊഞ്ച് കിട്ടിയിരുന്ന സ്ഥാനത്ത് നിന്ന് അപൂർവമായി മാത്രമാണ് കിട്ടുന്നത്. മുമ്പ് ജലാശയങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന നങ്ക്, ഞണ്ട്, നാരൻ ചെമ്മീൻ, വാളോടി, തോടി, തൂമീൻ, കൊറുക്ക, നച്ചറ തുടങ്ങിയ മത്സ്യങ്ങൾ പേരിന് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പരമ്പരാഗതമായി കായലിൽ നിന്നും പെരിയാറിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ചെമ്മീനിന്റെ ലഭ്യതയും നേർപകുതിയായി കുറഞ്ഞു. ഒട്ടേറെ മത്സ്യങ്ങൾക്ക് വംശനാശവും സംഭവിച്ചിട്ടുണ്ട്. പല മത്സ്യങ്ങളും ഇപ്പോൾ കായലിൽ കാണാനില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.